എന്തെങ്കിലും പറയാം, ഐലാഷ് സിമ്പിൾ, യെസ് അതൊക്കെ സിമ്പിളാണ്. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്, അതും അഫോർഡബിൾ പ്രൊഡക്റ്റ് വെച്ചിട്ട്. അപ്പോൾ ഞാൻ റീൽസ് എടുക്കാൻ വേണ്ടി റെഡി ആവുമായിരുന്നു. അപ്പോൾ എന്തായാലും അത് ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. ഫുൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജ്യൂസ് കുടിക്കാം, പൈനാപ്പിൾ ജ്യൂസ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രൈമർ കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല, ബേസിക് ആയിട്ട് ജസ്റ്റ് തട്ടിക്കൂട്ട് പരിപാടിയാണ്. വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ ഇൻസൈറ്റ് കോസ്മെറ്റിക്സിൻ്റെ ഒരു കൺസീലർ പാലറ്റ് ഉണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഫുൾ കളികൾ. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഡാർക്ക് സ്പോട്ട്സ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. വിസിബിൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് സ്പോട്ട് ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും ഞാൻ അങ്ങനെ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. താഴെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ചിലതിൻ്റെ ഒന്നും പ്രൈസ് അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഇല്ല, അപ്പോൾ ഞാൻ തപ്പി പിടിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഞാൻ മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലെ വേറൊരു ഷെയ്ഡ് എടുത്തിട്ട് ഫൗണ്ടേഷൻ പോലെ യൂസ് ചെയ്യാം. ഈ ഒരു സൈഡ് ആദ്യം ബ്ലെൻഡ് ചെയ്യാം. ബ്യൂട്ടി ബ്ലെൻഡറോ അല്ലെങ്കിൽ കൈ വെച്ചോ അല്ലെങ്കിൽ ബ്രഷ് വെച്ചോ ചെയ്താൽ മതി. ഇത് ഞാൻ നോർമൽ ഒരു ഫാൻസി കടയിൽ നിന്ന് വാങ്ങിച്ച ബ്രഷാണ്. വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ മേക്കപ്പിൽ ഞാൻ അത്ര വലിയ പ്രോ ഒന്നുമല്ല. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് മേക്കപ്പ് ചെയ്യാൻ അറിയും, അത്രേ ഉള്ളൂ. അപ്പോൾ എന്നെ കണ്ടിട്ട് പഠിക്കണം എന്ന് ഞാൻ പറയില്ല, പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഇതൊക്കെ സ്വന്തം നമുക്ക് ഓരോരുത്തർക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്ത് പഠിച്ച് സെറ്റായിക്കോളും. ഞാൻ ഫസ്റ്റ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിട്ട് വേണം എന്ത് പ്രൊഡക്റ്റ് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ, എന്നാലേ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ ഇരിക്കുള്ളൂ. അപ്പോൾ അത് ഞാൻ കാണിക്കാനാണ്. ഞാനൊരു മോയ്സ്ചറൈസർ, പോൺസിൻ്റെ നോർമൽ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നിങ്ങൾക്ക് ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും യൂസ് ചെയ്യാം, നിങ്ങളുടെ നോർമൽ യൂസ് ചെയ്യുന്നത്. പിന്നെ സൺസ്ക്രീൻ വേണമെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യും. എനിക്ക് സൺസ്ക്രീൻ വലിയ ഇഷ്ടമല്ല, എന്താണെന്നറിയില്ല, ഞാൻ സൺസ്ക്രീൻ അധികം യൂസ് ചെയ്യാറില്ല. സോ സൺസ്ക്രീൻ ഞാൻ ഇട്ടില്ല, മോയ്സ്ചറൈസർ ഓൺലി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്നെ കണ്ട് പഠിക്കേണ്ടത്, പക്ഷേ വേണേൽ പഠിച്ചോട്ടോ, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിലൊക്കെയാണ് ഞാൻ ചെയ്ത്. ഫൈനൽ റിസൾട്ട് എന്തായാലും അടിപൊളിയായിരിക്കും, അത് നോക്കിയാൽ പോരെ. നെക്സ്റ്റ് നമുക്ക് ഐബ്രോസ് ചെയ്യാം. എൻ്റെ കയ്യിൽ നോർമൽ ഒരു ഫാൻസി കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു ഐബ്രോ പെൻസിൽ ഉണ്ട്. അതിനൊരു സ്പൂളി ഉണ്ട്. സ്പൂളിയുടെ ഒക്കെ കാര്യം പരിതാപകരമാണ്, എന്നാലും നമുക്ക് അത് വെച്ചിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യാം. ഇതൊരു ബ്രൗണിഷ് കളറാണ് കേട്ടോ. ബ്ലാക്ക് വാങ്ങിക്കരുത്. ബ്ലാക്ക് വാങ്ങിച്ചാൽ നമ്മൾ കുഞ്ഞു പിള്ളേർക്ക് പുരിക്ക് എഴുതി കൊടുത്ത പോലെ ഇരിക്കും. അപ്പോൾ നമ്മളൊരു ബ്രൗണിഷ്, ഡാർക്ക് ബ്രൗണിഷോ അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗണിഷോ അങ്ങനെ എന്തെങ്കിലും ഒരു ലൈറ്റ് കളർ വാങ്ങിക്കുക. അത് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ പുരികം ത്രെഡ് ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ഡിഫൈൻ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അടുത്ത കാര്യം ഐ ഷാഡോസ് ആണ്. എൻ്റെ കയ്യിലൊരു ഐ ഷാഡോ പാലറ്റ് ഉണ്ട്. ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത്യാവശ്യം കുറേ കളേഴ്സ് ഉണ്ട് ഇതിൽ. നല്ലൊരു ഐ ഷാഡോ പാലറ്റാണ്. ഈ ഒരു കളറായിട്ട് സിമിലർ ആയിട്ടുള്ള ഏതൊരു കളർ ഇടാം. ഇനി ഏതെങ്കിലും ഒരു സിൽവർ ഷെയ്ഡ് എടുത്തിട്ട് ഒരു ഗ്ലിറ്ററി ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലൊന്ന് അപ്ലൈ ചെയ്യാം. അത്രേ ഉള്ളൂ. ജസ്റ്റ് സിമ്പിൾ ആൻഡ് ഹംപിൾ. ഓക്കെ, ഇനി നമുക്ക് ഐലൈനർ എഴുതാം. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിക്വിഡ് പെൻ ഐലൈനറാണ്. അടിപൊളി പ്രോഡക്റ്റാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് യൂട്യൂബിൽ ഒരു റിവ്യൂ കണ്ടിട്ടാണ്. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. ഒരു തവണ ബാഡ്മിൻ്റൺ കളിക്കാൻ പോയി. ഞാൻ ബാഡ്മിൻ്റൺ കളിക്കുമ്പോൾ സാധാരണ എൻ്റെ ഡാസ്ലറിൻ്റെ ഐലൈനറൊക്കെ ഒഴുകി പരന്ന് അതൊന്നും കാണില്ല കളി കഴിഞ്ഞാൽ. പക്ഷേ ഈ ഒരു സാധനം ഉണ്ടല്ലോ, അനങ്ങില്ല. ഞാൻ ഒരു പൊട്ട് തൊടാറുണ്ട്, ഞാൻ എപ്പോഴും ചെറിയൊരു പൊട്ടാണ് തൊടാറ്. ഐലൈനർ കൊണ്ട് അനങ്ങില്ല, അതുപോലും അനങ്ങില്ല, ഒട്ടും പോകത്തില്ല. വാട്ടർ പ്രൂഫാണ്. പിന്നെ നമ്മൾ കഴുകുമ്പോൾ തന്നെ ഒന്നുകിൽ ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലെൻസറോ വെച്ചിട്ട് കഴുകി കളഞ്ഞാൽ മാത്രമേ അത് പോകുള്ളൂ. പക്ഷേ 200ൻ്റെ അടുത്ത് റേഞ്ച് ഉണ്ട്, എന്നാലും അടിപൊളിയാണ്, വെർത്താണ്. വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഇത് ഓഫ് ക്യാമറയിൽ എഴുതിയിട്ട് വരാം, എനിക്ക് കുറച്ച് കോൺഫിഡൻസ് കുറവുണ്ട്. ഇനി ഞങ്ങൾക്ക് ഐലൈനർ യൂസ് ചെയ്യാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ ഡാസ്ലറിൻ്റെ ഒരു കാജലുണ്ട്. ഇതും നല്ലതാണ്, നല്ല പിഗ്മെൻറ്റോടൊക്കെയാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്താലും മതി. കണ്ണിൻ്റെ താഴെ, ഞാനിപ്പോൾ ഇനി താഴെയും എഴുതുന്നില്ല, അതുകൊണ്ടാണ്. അടുത്ത നമുക്ക് ബ്ലഷിലോട്ട് പോകാം. ബ്ലഷ് എന്ന് പറയുമ്പോൾ ഇൻസൈറ്റ് കോസ്മെറ്റിക്സിൻ്റെ ബ്ലഷ് എൻ്റെ കയ്യിലുണ്ട്. ഒട്ടുമിക്ക പ്രോഡക്റ്റ്സും ഇൻസൈറ്റിൻ്റെയാണ്. കുറച്ചിട്ടാൽ മതി, അപ്പിനെ ഇഷ്ടം പോലെ ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ബ്ലഷ് ഇട്ടുള്ളൂ. അപ് ടു ദിസ് എനിക്ക് ഇഷ്ടമായി വരുന്നുണ്ട്. ലിപ്സ്റ്റിക് കൂടി ഇടുമ്പോൾ നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ. നമ്മൾ അത് ഇല്ലാത്തതുകൊണ്ടാണ് എന്തോ ഒരു കുറവുള്ള പോലെ തോന്നുന്നത്. ഇപ്പോൾ ശരിയാക്കി തരാം. ഇൻസൈറ്റുകാരനെ സ്പോൺസർ ചെയ്യേണ്ടിയിരിക്കുന്നു, കാരണം അടുത്ത ഹൈലൈറ്ററും ഇൻസൈറ്റ് കോസ്മെറ്റിക്സിൻ്റെ തന്നെയാണ്. കോസ്മിക് പവർ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഹൈലൈറ്ററും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ആണെന്ന് തോന്നുന്നു ഇനി അവസാനത്തെ പ്രൊഡക്റ്റ് ആയിട്ടുള്ളത്. ലിപ്സ്റ്റിക്കിനിടയിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. എന്തായാലും ഞാൻ എൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള കോക്കോ ക്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം അഫോർഡബിൾ ഒക്കെയാണ്. ലുക്ക് അറ്റ് ദ കളർ. ഇപ്പം നോക്കി, ഈ മേക്കപ്പിന് നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റും ഇല്ലല്ലോ. ഇതാ ഞാൻ പറഞ്ഞത്. അവസാനം അടിപൊളിയായിട്ട് വരും. ആദ്യം ഒന്ന് നിങ്ങൾ മൈൻഡ് ചെയ്യണം, അവസാനം നോക്കൂ.
ഇനി നമുക്കൊരു പൊട്ട് കുത്തണം, പിന്നെന്തുവാ, പിന്നെ ഒരു മാലയും കമ്മലും ഇടണം, എന്നിട്ട് റീൽസ് എടുക്കണം. പൊട്ട് ഞാൻ സാധാരണ ഐലൈനറിനെ കൊണ്ടാണ് തൊടുക, പക്ഷെ നമുക്ക് ഇന്ന് ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ഈ ഒരു സാധനത്തെ കൊണ്ട് പൊട്ട് തൊടാം. നടക്കോ ഇല്ലെന്ന് അറിയില്ല, ബട്ട് ലെറ്റ്സ് ട്രൈ. ഐബ്രോ പെൻസിലാണിത്. കുഴപ്പമില്ല, സംഭവം ശരിയായില്ലേ. ഒരു 2-3 അഫോർഡബിൾ പ്രോഡക്റ്റ്സോടെ ഞാൻ കാണിച്ചാലും ഇൻ കേസ് ഇഫ് യു നീഡ്. ഇത് ഷുഗർ പോപ്പിൻ്റെ ഒരു കാജലാണ്. എനിക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ കളർ കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, ഞാൻ വാങ്ങിച്ച ഈ കാജൽ ബ്രൗൺ കളറായിരുന്നു. കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് എന്തോ രോഗമുള്ള പോലെ തോന്നും. ഞാൻ ഒരു ദിവസം ഇട്ടപ്പോൾ എന്നോട് പറഞ്ഞു കണ്ണെന്തോ ചുവന്നിരിക്കുന്നത്. കാരണം നമ്മുടെ വാട്ടർ ലൈനിൽ താഴെ ഇടുമ്പം കണ്ണിലൊരു ചുവപ്പ് കളർ ഉണ്ടാവും. നല്ല ഭംഗിയുണ്ട്, പക്ഷേ ആൾക്കാരെ കഴിക്കാൻ നമുക്ക് എന്തോ അസുഖം ഉണ്ടെന്ന്. അപ്പോൾ കുഴപ്പമില്ല, ഇത് വേണമെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം, അല്ലേ കാജലായിട്ട് തന്നെ യൂസ് ചെയ്യാം, അല്ലെ ഐബ്രോസ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നല്ല ക്രീമി ടെക്സ്ചറാണ്. കണ്ടോ, ഞാൻ മിന്ത്രയിലാണ് ഇതൊക്കെ വാങ്ങിച്ചത്. ഞാൻ എല്ലാ പ്രൊഡക്ട്സും ഒട്ടുമിക്കതും വാങ്ങിക്കുന്നത് മിന്ത്ര, അജിയോ ഇങ്ങനത്തെ ഇതെല്ലാം. നൈക്കയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ച് റേറ്റ് കൂടുതലാണെന്നാണ്. അതിലും ഓഫേഴ്സിലും മിന്ത്രയിലും അജിയോയിലൊക്കെ കിട്ടും. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ മേക്കപ്പ് ഐറ്റംസ് വാങ്ങുന്നത് ഭയങ്കര കുറവാണ്. കാരണം ഫ്ലിപ്കാർട്ടിൽ എനിക്ക് അത്ര വിശ്വാസമില്ല ചില കാര്യങ്ങൾ. സോറി, നമ്മളൊരു കാര്യം മറന്നുപോയി. നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഇടാൻ മറന്നുപോയി. മാർസിൻ്റെ മസ്കാരയാണിത്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ച് കാലമേ ആയുള്ളൂ, പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി പ്രോഡക്റ്റ്. ഇത് ഡബിൾ ട്രബിൾ എന്നാണ് പറഞ്ഞത്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിൽ 2 ബോണ്ട് ഉണ്ട്, ഒന്ന് വോളിയത്തിനും ഒന്ന് ലെങ്തനിങ്ങിനും. അപ്പോൾ നമുക്ക് ആദ്യം ലെങ്തനിങ്ങിൻ്റെ യൂസ് ചെയ്യാം. ഏറ്റവും പണിയുള്ള പരിപാടി എന്ന് വെച്ചാൽ മസ്കാര ഇടില്ലാന്ന് എനിക്ക് തോന്നുന്നു. നല്ല സ്കില്ല് വേണം. എനിക്ക് ആ സ്കില്ലില്ല. ഞാനിടുമ്പോൾ ആടിയോടിയെല്ലാം ആവും. ഞാനിപ്പോൾ ലെങ്തനിങ്ങിൻ്റെ ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇപ്പോഴും. നമുക്കിനി വോളിയത്തിൻ്റെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. വോളിയത്തിൽ പക്ഷേ ഒരുപാട് പ്രോഡക്റ്റ് ഇങ്ങനെ വരും, അതെനിക്ക് ഇഷ്ടമല്ല. പറ്റി പിടിച്ചിരിക്കും. ശരിക്കും പറഞ്ഞാൽ അതാണ് അതിൻ്റെ പർപ്പസ്, വോളിയം ആണല്ലോ. പക്ഷെ എനിക്കങ്ങനെ ഇഷ്ടമല്ല. എനിക്കിങ്ങനെ സിമ്പിളായിട്ടുള്ളതാണ് ഇഷ്ടം. ഇപ്പോൾ ഇത് തന്നെ മതി, നോക്കി ഇത് തന്നെ ഓക്കെയാണ്. പക്ഷേ ഇതിലും കൂടുതൽ വേണമെന്നുള്ള ഒരു ഡ്രാമാറ്റിക് ലുക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് അത് ഇവിടെ യൂസ് ചെയ്യാം. അതിൻ്റെ ബോണ്ട് കുറച്ചുകൂടെ തിക്കാണ്. കണ്ടോ, നമ്മുടെ പൊട്ട് ചെറുതായിട്ട് അലമ്പാകും. നമുക്ക് വേണമെങ്കിൽ അതൊന്ന് മാറ്റി വെക്കാം. വായിച്ചോളാം, തന്നെ കുഴപ്പമില്ല. നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വല്ല ഫേസ് മാസ്കോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് നിൽക്കുമ്പോൾ കറക്റ്റ് സമയത്ത് കുറച്ച് ആൾക്കാർ വീട്ടിൽ വരാനുണ്ട്. ഇപ്പോൾ ആരോ വന്നിട്ടുണ്ട്. അവരെനിക്ക് വെക്കുന്ന പ്രാന്താണ് നട്ടുച്ചയ്ക്ക്. ഇപ്പോൾ സമയം 12 മണിക്കാനാണ്. പിന്നെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഈ മാർസിൻ്റെ തന്നെ ലിപ് ലൈനർ. എഡ്ജ് ഓഫ് ഡിസയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു എഡീഷനാണ്. അതിൻ്റെ എൻ്റെ കയ്യിലുള്ളത് ഡീപ്പ് ബ്രൗൺ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇത് ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറാണ്. ഇതിൻ്റെ അകത്ത് വേറെ കുറേ ഷെയ്ഡ്സ് ഉണ്ട്. ഈ ലിപ് ലൈനർ നല്ലതാണ്, നല്ല പിഗ്മെൻറ്റഡ് ആണ്. അങ്ങനെ ഇതും ഒരു 100 റുപ്പീസിന് അണ്ടറിൽ കിട്ടും. 60 റുപ്പീസിനൊക്കെ ചില സമയത്ത് ഓഫറിലുണ്ടാവും. ഞാൻ റെഡ് പൊട്ട് തുറന്നൊന്നായിരുന്നു വിചാരിച്ചത്, പക്ഷേ നടക്കുന്നില്ല. റെഡ് പൊട്ടാണല്ലേ ശരിക്കും ഭംഗി, ഇതത്ര ഭംഗിയില്ല. മാറ്റാം. എന്തായാലും എൻ്റെ സിമ്പിൾ മേക്കപ്പ് ലുക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് മാലയും, കുറച്ചല്ല ഒരു മാലയും കമ്മലൊക്കെ ഇട്ട് നമുക്ക് വേഗം പോയി റീൽസൊക്കെ കഴിച്ചിട്ട് വരാം. അപ്പോഴേക്ക് ഈ മേക്കപ്പ് ലുക്കൊക്കെ ഒരു കോലാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക പ്ലീസ്. പിന്നെ ഇതുപോലെ ചെറിയ രീതിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ അയച്ചു കൊടുക്കുക, അവരൊക്കെ ചെയ്ത് പഠിക്കട്ടെ. ഒരു അബദ്ധം പറ്റിപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഗോൾഡൻ കമ്മൽ എടുത്തില്ല. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഒരു റോസ് കമ്മലാണ്. പക്ഷേ ഇത് ദൂരെ നമ്മൾ മനസ്സിലാവില്ലായിരിക്കും. അപ്പോൾ നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കുഴപ്പമില്ല. എന്തായാലും എൻ്റെ ഒരു ഫൈനൽ ലുക്കിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. പിന്നെ ഇതുപോലെ ചെറിയ രീതിയിൽ മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.